Dear friends, I am your friend Jagriti. For more informative videos, please subscribe to my channel and don't forget to like and share this link with others. സ്വാഗതം. ഡിജിറ്റൽ തട്ടിപ്പിൽ നിന്ന് എങ്ങനെ സ്വയം പരിരക്ഷിക്കാമെന്ന് നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മളറിയാതെ നമ്മെ ദോഷകരമായി ബാധിക്കുന്ന ഡിജിറ്റൽ ലോകത്തിന്റെ അപകടസാധ്യതകളെക്കുറിച്ച് നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഈ വിവരങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഇത് സ്വീകരിക്കുകയും ചെയ്യുക. ഡിജിറ്റൽ ലോകം നമ്മുടെ ജീവിതം എളുപ്പമാക്കിയിട്ടുണ്ട്, എന്നാൽ ഇതിന് ചില അപകടസാധ്യതകളുമുണ്ട്. അവ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. എന്താണ് ഡിജിറ്റൽ തട്ടിപ്പ്? ഫോണുകളോ കമ്പ്യൂട്ടറുകളോ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഓൺലൈനിൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയാണ് ഡിജിറ്റൽ തട്ടിപ്പ് എന്ന് പറയുന്നത്. തട്ടിപ്പ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാം. ഫിഷിംഗ്: നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ തട്ടിപ്പുകാർ വ്യാജ ഇമെയിലുകളോ SMS അയക്കുന്ന ഒരു വിദ്യ. മാൾവെയർ: നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ പ്രവേശിച്ച് നിങ്ങളുടെ ഡാറ്റ മോഷ്ടിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ. ഓൺലൈൻ തട്ടിപ്പ്: വ്യാജ സാധനങ്ങളോ സേവനങ്ങളോ വിറ്റ് പണം മോഷ്ടിക്കാനുള്ള പദ്ധതി. സോഷ്യൽ എഞ്ചിനീയറിംഗ്: നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ തട്ടിപ്പുകാർ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ഇനി ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സിസ്റ്റത്തിൽ ABS ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഗ്രാമീണ മേഖലയിലെ പണമിടപാടുകളും ഇടപാടുകളും ലളിതമാക്കുന്ന ഒരു സംവിധാനമാണ് ABS. എന്നിരുന്നാലും ഇത് തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട്. ഹലോ മാം, ഞാൻ ബാങ്കിൽ നിന്നാണ്. നിങ്ങളുടെ അക്കൗണ്ട് പരിശോധിക്കാൻ എനിക്ക് നിങ്ങളുടെ ആധാർ നമ്പറും വിരലടയാളവും ആവശ്യമാണ്. ശരി, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. ആശ, ഓർക്കുക, ഒരു ബാങ്ക് ജീവനക്കാരനും ഞങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടുന്നില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇതൊരു തട്ടിപ്പായിരിക്കാം. ഓ, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഇല്ല, ഇത് ശരിയല്ല. ബാങ്കുകാർ ഈ വിവരം ചോദിക്കാറില്ല. ശരി മാം, ഞാൻ ഇപ്പോൾ പോകുന്നു. തട്ടിപ്പ് എങ്ങനെ നടക്കുമെന്ന് മനസ്സിലായോ? ഗീത, ഇത് ശരിയായ സമയത്ത് വിശദീകരിച്ചതിന് നന്ദി. എന്നാൽ തട്ടിപ്പുകാർ നമ്മുടെ വിവരങ്ങൾ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു? തട്ടിപ്പ് പലതരത്തിൽ നടക്കുന്നു. ചില ഉദാഹരണങ്ങൾ പറയാം. ഒന്നാമത്തെ രീതി: ചിലപ്പോൾ തട്ടിപ്പുകാർ ബാങ്ക് തൊഴിലാളികളാണെന്ന് നടിക്കുകയും ബയോമെട്രിക് റീഡറിൽ നിങ്ങളുടെ തള്ളവിരൽ ആവർത്തിച്ച് സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ ഇത് 1-2 തവണ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം മോഷ്ടിക്കാൻ അവർ ഇത് പലതവണ ചെയ്യുന്നു. രണ്ടാമത്തെ രീതി: എല്ലായ്പ്പോഴും നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുക. അതിനാൽ പണം പിൻവലിക്കുമ്പോൾ നിങ്ങൾക്ക് സന്ദേശങ്ങൾ ലഭിക്കും. നിങ്ങളുടെ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തട്ടിപ്പിന് ഇരയാകാം. മൂന്നാമത്തെ രീതി: നിങ്ങൾ എന്തെങ്കിലും സൈൻ അപ്പ് ചെയ്യുമ്പോൾ ചില തട്ടിപ്പുകാർ റബ്ബർ അല്ലെങ്കിൽ മെഴുക് പോലുള്ള മൃദുവായ വസ്തുക്കളിൽ നിങ്ങളുടെ വിരലടയാളം എടുക്കുന്നു. പിന്നീട് അവർ തട്ടിപ്പ് നടത്താൻ ആ പ്രിന്റ് ഉപയോഗിക്കുന്നു. ഇത് അപകടകരമാണ്. നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ആരുമായും പങ്കിടരുതെന്ന് നാം എല്ലായ്പ്പോഴും ഓർമ്മിക്കണം. ആരെങ്കിലും ഇത് ചെയ്യുന്നത് കണ്ടാൽ ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടുക. ജാഗ്രത പാലിക്കുന്നത് ഡിജിറ്റൽ തട്ടിപ്പിൽ നിന്ന് നമ്മെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ചില പ്രധാന സുരക്ഷാ നടപടികൾ നോക്കാം. നിങ്ങളുടെ ആധാർ നമ്പറോ പിൻ നമ്പറോ പാസ്വേഡോ ഒരിക്കലും ആരുമായും പങ്കിടരുത്. അജ്ഞാത ലിങ്കുകളിലോ സന്ദേശങ്ങളിലോ ക്ലിക്ക് ചെയ്യരുത്. എല്ലായ്പ്പോഴും നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുക. എന്തെങ്കിലും സംശയാസ്പദമായി തോന്നുന്നുവെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ പ്രാദേശിക ബാങ്കുമായി ബന്ധപ്പെടുക. ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഇതിനെക്കുറിച്ച് അറിയിക്കുക. ഓർക്കുക, ജാഗ്രത പുലർത്തുന്നത് നിങ്ങളെ സുരക്ഷിതമാക്കുന്നു. നന്ദി. സൂക്ഷിക്കുക.